യഥാർത്ഥത്തിൽ ഈ പൈസ എന്തിനാന്നുള്ളൊരു ചോദ്യം വരെ നിൽക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഭാര്യയ്ക്ക് എന്തിനാ പണം, നമ്മൾ വീട്ടിലിരിക്കില്ലേ? അതായത് കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാനുള്ള വലിയൊരു കാര്യം ഇവിടെ മാനേജ് ആരും പഠിപ്പിച്ചിട്ട് പോലും അല്ല, അവർ തലമുറകളായിട്ട് കൈമാറി വന്നൊരു കാര്യമാണ്. പക്ഷേ ഈ ആളുടെ അടുത്താണ് പൈസ സൂക്ഷിക്കാൻ പാടാന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രചരണം അനാവശ്യമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. പിള്ളേരുടെ ചെറിയ കുട്ടികൾക്ക് ഇതൊക്കെ മതി, ഇതൊക്കെ വലുതാകുമ്പോൾ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും കുട്ടികൾക്ക് ഉപ്പുമാവ് വയ്ക്കാൻ അറിയാം, പക്ഷേ ജീവിക്കാനുള്ള മറ്റു കാര്യങ്ങൾ അറിയാണ്ട് പോണതിൻ്റെ ഒരു വിഷയം അതാണ്. സ്ത്രീക്ക് പണം കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത് വസ്തുതാപരമായി തെറ്റാണ്. ഒരു ഫാക്റ്റും ഇല്ലാത്ത കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാണുന്നതും ഈ സമൂഹത്തിൽ കാണുന്നത് ഈ വീട് നോക്കുന്നത് ഒരു ചെറിയ കാര്യമാണെന്നും ബാക്കി കാര്യങ്ങളാണ് വലുതെന്നാണ്. ഒരു പെണ്ണിന് സാമ്പത്തികതയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പങ്കുവെക്കാൻ നമ്മളുടെ ഒപ്പമുള്ളത് ഒലിവിയ ഗ്രാമീൺ ക്രെഡിറ്റ്സിന്റെ മാനേജിംഗ് ഡയറക്ടറും ചെയർമാനുമായ കൃഷ്ണകുമാർ KT ഇന്ന് നമ്മളുടെ ഒപ്പമുണ്ട്. ABC മലയാളം ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒരു പെണ്ണിന് വീട്ടുകാര്യത്തിന് എത്രത്തോളം സാമ്പത്തിക ബോധമുണ്ടാവണം? പിന്നെ ഇത് ചോദിച്ച ചോദ്യം വലിയൊരു ചോദ്യമാണ്. ഇതിൽ പലർക്കും തോന്നുന്ന കാര്യം എന്താ വെച്ചാൽ, സ്ത്രീകൾക്ക് വാങ്ങാനുള്ള കാര്യങ്ങൾ, ഇപ്പോൾ സാമ്പത്തിക കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ നമ്മുടെ മനസ്സിലൊക്കെ പൊതുവെ വരുന്നൊരു കാര്യം ഡെറ്റോൾ വാങ്ങാണ്ട്, ലൈസോൾ വാങ്ങാണ്ട്, ചുരിദാർ അല്ലെങ്കിൽ തോർത്ത്, അടുക്കള സാധനങ്ങൾ, ഇത് മാത്രമാണ് ഒരു സ്ത്രീക്ക് വാങ്ങാനുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങൾ എന്നാണ് പലപ്പോഴും ധരിച്ചു വച്ചിരിക്കുന്നതും അങ്ങനെയാണ് പൊതുവെയൊക്കെ ഉള്ളത്. പക്ഷേ ഒരു സ്ത്രീക്ക്, അതായത് ലോകത്തിലെ ഏറ്റവും നല്ല സാമ്പത്തിക വിദഗ്ധ ശരിക്ക് ഇന്ത്യയിലെ സ്ത്രീകളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഭാരത സ്ത്രീകളുടെ ഈ ഒരു കൾച്ചറാണ് റിസർവ് ബാങ്ക് ഫോളോ ചെയ്യുന്നത്. അപ്പം ഞാൻ ഒരിക്കലൊരു ഇതുപോലത്തെ സ്പീച്ചിൽ സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളൊരു അനുഭവമാണ്. അപ്പം പൊതുവെ നമ്മുടെ നാട്ടിൽ നിന്ന് വെച്ചാൽ, അതായത് ഭാരതത്തിലെ സ്ത്രീകളുടെ സമ്പത്ത് ഉപയോഗിക്കാനും സമ്പത്ത് സൂക്ഷിക്കാനും ഒരു കുടുംബം പോറ്റാനുമുള്ള ശേഷിയെ റിസർവ് ബാങ്ക് കോപ്പി ചെയ്തിരിക്കുന്നു. യെസ് കറക്റ്റ്. അതൊന്ന് വിശദീകരിക്കാമോ? അത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പം അതിലേക്ക് വരികയാണ് കറക്റ്റ്. അതായത് പൊതുവെ ഉള്ളത്, പണത്തിൻ്റെ കാര്യമൊന്നും സ്ത്രീ ഇടപെടണ്ടെന്നാണ് പൊതുവെ നമ്മുടെ നാട്ടിലെ ഒരു ഇത്. പൈസ, സ്ഥലം വാങ്ങുന്നു, അതിൽ അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങുന്നു, അല്ലെങ്കിൽ വീട് വാങ്ങുന്നു, അല്ലെങ്കിൽ കുറച്ച് പണം വന്നത്, ഇതിൻ്റെയൊക്കെ റോള് കംപ്ലീറ്റ് ഹസ്ബൻഡ് അല്ലെങ്കിൽ ആ വീട്ടിലെ അച്ഛൻ ഇതാണ്. അമ്മ, ഭാര്യ എന്ന് പറയുമ്പോൾ അവർക്കൊരു ഇതൊന്നും അറിയില്ല എന്നാണ് ഒരു ധാരണ, അല്ലേ? അതായത് ഭയമാണ് അതൊക്കെ ചെയ്യാൻ, അവർക്ക് പ്രാപ്തിയില്ല എന്നാണ് സമൂഹം പറയണത്. അങ്ങനെയാണെങ്കിൽ ഇത്രയും 56 ലക്ഷം കോടിയുള്ള ഒരു ബാങ്കാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കാണ് SBI. ആ ബാങ്കിൻ്റെ ചെയർപേഴ്സൺ ആയിരുന്നത് അരുന്ധതി ഭട്ടാചാര്യ പറഞ്ഞ ഒരു സ്ത്രീയാണ്. അതുപോലെ തന്നെ ചന്ദ കൊച്ചർ ICICI ബാങ്കിൻ്റെ സീനിയറായിട്ട് CEO ഒക്കെ ആയിട്ടിരുന്ന ഒരു ലേഡിയാണ്. അവർ ഇത്രയും കോടികളുടെ ബിസിനസ്സാണ് ചെയ്തിരുന്നത്. ബാങ്കിൻ്റെ കാര്യങ്ങൾ ഇതല്ല, ബാങ്ക് പറഞ്ഞാൽ ബിസിനസ് മാത്രമല്ല, സാമ്പത്തികമായിട്ടുള്ള ഫുൾ ക്രയവിക്രയങ്ങൾ ചെയ്യുന്ന ഒരു ഏരിയയാണ് ബാങ്ക്. അതിൻ്റെ ടോപ്പിലിരുന്ന ആൾ. അതുപോലെ തന്നെ ശിഖ ശർമ്മ, അവർ ഡയറക്ടർ CEO, ആക്സിസ് ബാങ്കിൻ്റെ ഡയറക്ടർ CEO ആയിരുന്നു. അങ്ങനെ എത്രയോ ആളുകൾ. അപ്പം ഈ പറയുന്നതുമായിട്ട് യാതൊരു ബന്ധമില്ല. സ്ത്രീക്ക് പണം കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത് വസ്തുതാപരമായി തെറ്റാണ്. ഒരു ഫാക്റ്റും ഇല്ലാത്ത കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഏറ്റവും നല്ല ഈ റിസർവ് ബാങ്ക് കോപ്പി എന്ന് പറയുന്ന അല്ലെങ്കിൽ അനുകരിച്ചിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, മുന്നേ ചോറ് വയ്ക്കുന്ന സമയത്ത് അമ്മമാർ ഇപ്പോൾ ഒരു പിടി അരി ഇങ്ങനെ മാറ്റി വേറെ പാത്രത്തിൽ വയ്ക്കുമായിരുന്നു. എത്രയോ വർഷങ്ങൾക്ക്, അതായത് നൂറുകണക്കിന് വർഷം മുമ്പേ ഇവിടുത്തെ ഒരു കൾച്ചറാണത്. അപ്പം അതെന്തിനാന്ന് വെച്ചാൽ, എന്തെങ്കിലും കാരണവശാൽ ഈ വീട്ടിൽ അരി വാങ്ങാനോ ബുദ്ധിമുട്ടോ ഉണ്ടായാൽ അതിനു വേണ്ടി എടുത്തു വയ്ക്കുന്ന ഒരു റിസർവാണ്. എല്ലാ ദിവസവും ഒരു അരിയാണ് അവർ പ്രധാനമായിട്ട് എടുത്തു വയ്ക്കുക. അപ്പം അതുമെന്നാ തുറക്കാം. കാരണം വേറെ ഒന്നുമില്ലെങ്കിൽ അരി ഉണ്ടെങ്കിൽ കഞ്ഞി വെച്ചെങ്കിലും കഴിക്കുക എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ അടിസ്ഥാനപരമായ സാധനം അവർ റിസർവ് ചെയ്ത് വയ്ക്കുന്നു. ആ റിസർവ് സ്വഭാവമാണ് റിസർവ് ബാങ്കിനുള്ളത്. അതുകൊണ്ട് അതിൻ്റെ പേര് തന്നെ റിസർവ് ബാങ്ക്. കാരണം എല്ലാ ബാങ്കുകളുടെയും ഇതുപോലെയുള്ള മൂലധനത്തിൻ്റെ ഒരു ഭാഗം സ്റ്റാറ്റ്യൂട്ട് ലിക്വിഡ് റേഷ്യോസ് SLRഉം അതുപോലെ CRRഉം എന്നുള്ള പെർസെൻറ്റേജിൽ അവിടെ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയുള്ള എല്ലാ ബാങ്കുകളുടെയും. ഏതെങ്കിലും ഒരു ബാങ്കിന് ഒരു പ്രശ്നം വന്നാൽ ഈ പൈസ എടുത്തിട്ടാണ് അത് മാനേജ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ബാങ്കുകളൊന്നും പൊളിയാത്തത്. വലിയ റിസഷൻസ് ഒക്കെ വന്നപ്പോൾ 2008 വലിയ റിസഷൻ വന്നപ്പോൾ പുറം രാജ്യങ്ങളിലുള്ള മിക്ക ബാങ്കുകളും കൊളാപ്സ്ഡായി. കാരണം അവിടുത്തെ ഒരു സാമ്പത്തിക മേഖലയിലുള്ള മാനേജ്മെൻറ്റ്, ഈ റിസർവ് മൈൻഡ് അവിടെ കുറവാണ്. കിട്ടിയത് അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നുള്ളൊരു ടൈപ്പ് ചില കാര്യങ്ങളിൽ അവർക്കാണ്. അപ്പം പക്ഷെ നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ ഒരു മെത്തേഡ് നമ്മുടെ ഫാമിലി മുതലുണ്ട്.
അതുകൊണ്ട് ഒരു 25 വർഷം മുന്നേ വരെയുള്ള ഇപ്പം ഫാമിലിയിൽ എന്ത് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് മാറിയിട്ടുണ്ടെങ്കിലും അതുവരെയുള്ള ഫാമിലിയിലൊക്കെ പോയാൽ ഈ അച്ഛൻ്റെ കയ്യിലൊരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഭർത്താവിൻ്റെ കയ്യിലൊരു സാമ്പത്തിക പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ഇവർ എവിടുന്നെങ്കിലൊക്കെ പൈസ കൊണ്ടുവരും. ഈ പറഞ്ഞ അരി ഇടുന്ന ജാറിൽ അല്ലെങ്കിൽ തുണിയുടെ ഇടയിൽ പൈസ ഉണ്ടാവും. അതിലും വർഷങ്ങൾക്ക് മിക്കതും 40 വർഷമൊക്കെ മുന്നേ ആണെങ്കിൽ അന്ന് ഇവിടുത്തെ അമ്മമാരൊക്കെ ഉപയോഗിക്കുന്നത് ഈ മുണ്ടും ബ്ലൗസുമാണ്. അപ്പോൾ ഈ മുണ്ടിൻ്റെ തലക്കിൽ പൈസ ഉണ്ടാവും, 10 രൂപ അല്ലെങ്കിൽ 5 രൂപയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടാവും. ഇതെല്ലാം ഇവർ റിസർവ് മണികളാണ്. അപ്പം കൃത്യമായിട്ട് സാമ്പത്തിക സേവിങ്സ് ഇവരുടെ കയ്യിലല്ലേ അല്ലേ. അപ്പോൾ ആ സേവിങ്, അതായത് കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാനുള്ള വലിയൊരു കാര്യം ഇവിടെ മാനേജ് ആരും പഠിപ്പിച്ചിട്ട് പോലും അല്ല, അവർ തലമുറകളായിട്ട് കൈമാറി വന്നൊരു കാര്യമാണ്. പക്ഷേ ഈ ആളുടെ അടുത്താണ് പൈസ സൂക്ഷിക്കാൻ പാടാന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രചരണം അനാവശ്യമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം അടുക്കള കാര്യം നോക്കിയാൽ അടുക്കള കാര്യം നോക്കിയാൽ മതി എന്നുള്ളതാണ്. പക്ഷേ ഇവർക്ക് കൃത്യമായിട്ടൊരു കുടുംബത്തെ, കാരണം അടിസ്ഥാനം ഈ ലോകത്തിന്റെ കുടുംബമാണല്ലോ, അത് നോക്കുന്ന ആൾക്ക് കഴിവില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അതാണ് ഏറ്റവും ബുദ്ധിമുട്ട് നോക്കാൻ. പിന്നെ അവള് കുഞ്ഞുങ്ങളെ നോക്കിയിരുന്നാൽ മതി എന്ന് പറയാം. ഏറ്റവും മെനക്കെട് കുഞ്ഞുങ്ങളെ നോക്കാനാ. ഏറ്റവും മെനക്കെട് അടുക്കള നോക്കലാണ്. അടുക്കള നോക്കൽ. നമ്മളൊരു അടുക്കളയിൽ നിന്ന് അറിയാം എന്തുമാത്രം പണിയുണ്ടെന്നൊക്കെ. അപ്പം ഞാൻ തന്നെ ഇടയ്ക്ക് എക്സ്പീരിയൻസ് ചെയ്യും ഈ കിച്ചണിൽ നിന്നിട്ട് ഓരോ പണികൾ. അപ്പം എത്ര നേരം നിൽക്കണം, നിന്നുകൊണ്ടാണ് ഈ പണിയൊക്കെ. അപ്പം മാത്രമല്ല, ഈ അടുക്കളയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുക്കളയുടെ പ്രത്യേകത എന്താ വെച്ചാൽ, വീട് പണിയുമ്പോൾ തന്നെ ഈ സ്ലാബ് ഉണ്ടാക്കുമല്ലോ. അപ്പം ആ സ്ലാബ് പണിക്കാരൻ ഈ ഒരു ഹൈറ്റ് വെച്ചിട്ടാണ് സ്ലാബ് പണിയണത്. ആണിന്റെ എന്നല്ല, ഒരു ഹൈറ്റ് കണക്കാക്കുമല്ലോ, ഇങ്ങനെ പാചകം ചെയ്യാനുള്ള ഹൈറ്റ് വെച്ചിട്ട്. ഇനി ഇതിന്റെ മുകളിൽ മാർബിളോ ടൈലോ വരും, ഇതിന്റെ മുകളിൽ ഇനി സ്റ്റവ് വരും, അതിന്റെ മുകളിൽ അപ്പൊ അത് ഇങ്ങനെ നിന്നിട്ടാണ്. അതിപ്പോഴും അടുക്കളയിൽ എല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ്, അളവ് മുതൽ. അപ്പം അത്രത്തോളം ശരിക്കും അവിടെ നിൽക്കുന്നത് മുതൽ ഇവർക്ക് പ്രോബ്ലമാണ്. ഇനി കുട്ടികളെ നോക്കുന്ന കാര്യത്തിൽ നമ്മുടെ നാട്ടിൽ സാലറി കൂടുതൽ ഉന്നത വിദ്യാഭ്യാസത്തിലെ ടീച്ചർമാർക്കാണ്. അതായത് കോളേജ് മുതൽ അങ്ങോട്ട് മുകളിലേക്ക് കയറുന്നവരും ഭയങ്കര സാലറിയാണ്. +2 അതിനൊക്കെ ഇത്തിരി കൂടെ കുറഞ്ഞ സാലറി, അങ്ങനെ ഹൈസ്കൂള്, UP. അപ്പം ഏറ്റവും കുറഞ്ഞ സാലറിയാണ് അംഗൻവാടി അല്ലെങ്കിൽ പ്ലേ സ്കൂളിനൊക്കെ ഉള്ളത്. അപ്പം യഥാർത്ഥത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ഈ ചെറിയ കുട്ടികളെ നോക്കാനും പഠിപ്പിക്കാനാണ്. മറ്റൊരു കാര്യം, നമുക്ക് 1ാം ക്ലാസ്സിലെ ടീച്ചറെ അല്ലെങ്കിൽ അംഗൻവാടിയിലെ ടീച്ചറാണെയാണോ ഓർമ്മ, നമ്മുടെ +2 ടീച്ചറാണ് ഓർമ്മ ഉണ്ടാവുക അംഗൻവാടിയിൽ അല്ലേ? അതിൻ്റെ അർത്ഥം നമുക്ക് നമ്മുടെ മനസ്സിൽ രൂപകൽപ്പന ചെയ്യുന്ന ക്യാരക്ടർ രൂപീകരിക്കുന്നതേ അംഗൻവാടിയിൽ നിന്നാണ്. അപ്പം ഏറ്റവും നല്ല അറിവും ഇവർ അവിടെ നിന്ന് കിട്ടണ്ടേ. മാത്രമല്ല, വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അംഗൻവാടി ടീച്ചർക്ക് ആ നാട്ടിലുള്ള എല്ലാ സർവേ പണി, പോളിയോ കൊടുക്കലൊക്കെ ഇവരെ ഏൽപ്പിക്കും. അപ്പം ഈ കുട്ടികളെ പഠിപ്പിക്കാൻ പലപ്പോഴും എത്തിപ്പെടുന്നത് അവിടെ കഞ്ഞി വയ്ക്കണ ചേച്ചിയാണ്. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ ആളുകൾ അത് പിള്ളേരുടെ ചെറിയ കുട്ടികൾക്ക് ഇതൊക്കെ മതി, ഇതൊക്കെ വലുതാകുമ്പോൾ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും കുട്ടികൾക്ക് ഉപ്പുമാവ് വയ്ക്കാൻ അറിയാം, പക്ഷെ ജീവിക്കാനുള്ള മറ്റു കാര്യങ്ങൾ അറിയാണ്ട് പോണതിൻ്റെ ഒരു വിഷയം അതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ടീച്ചർക്ക് നല്ല സാലറി കൊടുത്ത് അപ്പോൾ അവരും സാറ്റിസ്ഫൈഡ് ആയിരിക്കും, ടീച്ചറും നല്ല ആൾക്കാരെത്തും. കുട്ടികളെ അവിടുന്ന് ഫോം ചെയ്യണ ക്യാരക്ടറും കൾച്ചറും ഒക്കെ. കോട്ടയം ഭാഷയുള്ള പാരൻസിൻ്റെ കുട്ടികൾ കോട്ടയം ഭാഷ സംസാരിക്കാൻ കാരണം അതാണ്, കുട്ടിക്കാലത്ത് ഫോം ചെയ്യുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സാമ്പത്തിക കാര്യങ്ങളിൽ ഈ ചെറിയ കുട്ടിക്കാലം മുതലേ ഇത് പഠിപ്പിച്ചാൽ തന്നെ ഈ സ്ത്രീകൾക്ക് എന്തുമാത്രം ഇതിൽ സാമ്പത്തിക ഇങ്ങനെ വേർതിരിവൊന്നും ഉണ്ടാവില്ല. അവിടുന്ന് തൊട്ടേ ഇത് ഉണ്ടാവും. ഇപ്പോൾ ഇത് കൃഷ്ണകുമാർജി പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, സാമ്പത്തിക കാര്യത്തിൽ സ്ത്രീകൾക്ക് വീട്ടിലെ സമ്പത്ത് സൂക്ഷിക്കുന്നതിൽ, സമ്പത്ത് ഉണ്ടാക്കുന്നതിൽ, സമ്പത്ത് നശിപ്പിക്കുന്നതിൽ ഒക്കെയുള്ള സ്ത്രീകളുടെ ഇൻവോൾവ്മെന്റിനെ പറ്റിയാണ്. അതിനകത്ത് സ്ത്രീകളുടെ ഒരു കുസൃതിയെ പറ്റി പറഞ്ഞു. നമ്മളിപ്പോൾ റിസർവ് ബാങ്കിന്റെ കഥ വരെ അരിയെടുത്ത് മാറ്റുന്ന ഈ ഒരു കൗശലം പുതിയ തലമുറയിലെ സ്ത്രീകൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവർക്ക് അതിന്റെ അറിവില്ലായ്മ, ഞാൻ അതിലോട്ട് വരാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അതില് അവർക്ക് പുതിയ തലമുറ എന്ന് പറയുമ്പോഴത്തേക്ക് അവർ എഡ്യൂക്കേറ്റഡ് ആണ്. പഴയ സ്ത്രീകളെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അവർക്ക് അടുക്കളയാണ് അവരുടെ ലോകം എന്ന് പറയുന്നത്. പുറം ലോകത്തോട്ട് വരവ് കുറവാണ്. അവർക്ക് അടുക്കള മാനേജ് ചെയ്തു, കുട്ടികളെ മാനേജ് ചെയ്തു, വീട് മാനേജ് ചെയ്തു, ഇങ്ങനെ അവർ ഇന്നർ മാനേജ്മെന്റ് ചെയ്ത് പോവാണ്. ഇപ്പോഴത്തെ കുട്ടികൾ എഡ്യൂക്കേഷൻ എടുക്കുന്നുണ്ട്, പഠിത്തത്തിൽ ഉന്നത ലെവലിലോട്ട് പോകുന്നുണ്ട്. അപ്പം ഈ ഉന്നത ലെവലിൽ എഡ്യൂക്കേഷൻ എടുത്തു കഴിഞ്ഞിട്ട് ഇവർക്ക് പലപ്പോഴും എന്ത് പറ്റുന്നു എന്ന് വെച്ചാൽ
എഡ്യൂക്കേഷൻ എടുക്കും, അത് കഴിഞ്ഞിട്ട് പെൺകുട്ടിയാണെങ്കിൽ അവരുടെ ആ കുട്ടിയുടെ ഒരു അടുത്ത ഒരു സ്റ്റേജ് പോകുന്നത് കല്യാണം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. കല്യാണം വേറൊരു ഫാമിലിയിലോട്ട് കയറി ആ പയ്യന്റെ അല്ലെങ്കിൽ ഭർത്താവിന്റെ എന്താണോ ഇഷ്ടം അതനുസരിച്ച് ചിലപ്പോൾ ജോലിക്ക് വിടില്ല, ചിലപ്പം വീട്ടിലിരിക്കേണ്ട വരും, കുക്ക് ചെയ്ത് ഒരു ഹോം മേക്കർ എന്നുള്ള ലെവലിലോട്ട് ആകുന്ന ഒരു സിറ്റുവേഷനിലോട്ട് വരുന്നു. ഇങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് ഇവരുടെ ഫിനാൻഷ്യൽ ഒരു സെക്യൂരിറ്റി? അവര് വീട്ടിൽ ഇങ്ങനെ അടുക്കളയോട് മല്ലിട്ട് പഠിത്തവും ഉണ്ട്, പലപ്പോഴും ആ ഒരു ഡിപ്രസീവ് ഫേസ് ഒരു ഭാഗത്ത്. ഞാൻ ഇത്രയും പഠിച്ചിട്ടും എൻ്റെ ലോൺ എടുത്തായിരിക്കും പഠിക്കുന്നത്, പഠിച്ചിട്ടും എനിക്ക് ആ ലോൺ പോലും തിരിച്ചടയ്ക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി, ഒരു സെൽഫ് കപ്പാസിറ്റി എനിക്ക് ഇല്ലാതെ പോകുന്നു. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഫിനാൻഷ്യൽ എങ്ങനെ സെക്യൂർ ആകണം എന്നുള്ളതിന്റെ ഒരു അഡ്വൈസ് കൊടുക്കാൻ? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഡിഗ്രി വരെ പെൺകുട്ടികളെല്ലാം പഠിപ്പിക്കും, നമ്മുടെ എല്ലാം മുദ്രാവാക്യമാണ്. പെൺകുട്ടികളൊക്കെ പഠിക്കണം, PG വരെ പഠിക്കും, MTech വരെ പഠിക്കും, BTech വരെ പഠിക്കും, BA വരെ പഠിക്കും. പഠിച്ച് കഴിഞ്ഞ ഉടനെ ഇവരെ കല്യാണം കഴിപ്പിക്കും. ഈ പഠിക്കുന്ന കാലത്തൊന്നും പഠനമല്ലാതെ ഒരു കുടുംബം, വീട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്കില്ലിലും അവർ ഇൻവോൾവ് ചെയ്യാൻ സമ്മതിക്കാറ്. അത് കഴിഞ്ഞ് അവർ പഠിച്ച സാധനം പ്രയോഗിക്കാനുള്ള അവസരം കൊടുക്കത്തില്ല, കല്യാണം കഴിപ്പിക്കും. 1-2 വർഷത്തിനകത്ത് ഗർഭിണികളാവും, 2 വർഷം കഴിഞ്ഞാൽ വീണ്ടും അടുത്ത കുട്ടി ഉണ്ടാവും. കുഞ്ഞിന് 10 വയസ്സാവുന്നതിന് പിന്നെ ഈ സ്ത്രീകൾക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റുമോ? അതെ അതെ. ഇത്തരത്തിലുള്ള അമ്മമാരാണ് എനിക്കൊന്ന് കേരളത്തിലെ എല്ലാ വീട്ടിലും ഉണ്ടാവും. ഒരു കണക്കിന് ഈ ഏജിലുള്ള സ്ത്രീകൾ കുറച്ച് ഡിപ്രസീവ് സ്റ്റേറ്റിലും കൂടെയാണ് പോകുന്നത്. കാരണം ഇവർക്ക് ആരോടും പറയാനും ഒക്കത്തില്ല, അവർക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം വേണം താനും. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുറെ സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പൊ അവർക്കുള്ള ഒരു അഡ്വൈസ് എന്താണെന്നുള്ളത്? ശരിക്കും ഈ പണത്തിന്റെ ഒരു ബേസ് എന്താ വെച്ചാൽ, പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യം ഉണ്ടാവും. തീർച്ചയായിട്ടും യോജിക്കുന്നു. ദെൻ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവും. മറ്റൊരു കാര്യമാണ് സമാധാനം ഉണ്ടാവും. മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുകയും ചെയ്യും. രണ്ടിനും പറ്റും. അപ്പം യഥാർത്ഥത്തിൽ ഈ പൈസ എന്തിനാന്നുള്ളൊരു ചോദ്യം വരെ നിൽക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഭാര്യയ്ക്ക് എന്തിനാ പണം? നമ്മൾ വീട്ടിലിരിക്കില്ലേ, ഞാനല്ലേ കാര്യങ്ങളൊക്കെ നോക്കും, ഞാനല്ലേ അധ്വാനിക്കുന്നത്, വൈഫിന് എന്തിനാ പണം എന്നുള്ളതാണ്. അപ്പം ഇവർ കാണുന്നതും ഈ സമൂഹത്തിൽ കാണുന്നത് ഈ വീട് നോക്കുന്നത് ഒരു ചെറിയ കാര്യമാണെന്നും ബാക്കി കാര്യങ്ങളാണ് വലുതെന്നാണ്. എല്ലാ കാര്യത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് വലുതാണോ അത് ചെറുതാന്നുള്ളതല്ല. അപ്പം തന്നെ ഈ സ്ത്രീക്ക് എപ്പോഴും ഉണ്ടാവുന്നത്, ഇപ്പം ഒരു എക്സ്പീരിയൻസ് തന്നെ ഉണ്ട്. ഒരു അമ്മ, അച്ഛൻ പുറത്ത് ജോലി ചെയ്യണം, അദ്ദേഹം മാസത്തിൽ ചെറിയ പൈസ അയച്ചു കൊടുക്കണം. ഇതുകൊണ്ട് അച്ഛൻ ചെയ്തിരുന്നത്, അതായത് ഭർത്താവ് ചെയ്യുന്നത് സ്ഥലം മേടിക്കണം. അച്ഛൻ സ്ഥലം മേടിക്കാനുള്ള പൈസ അയച്ചു കൊടുക്കണം. അമ്മ പണിക്കൊക്കെ പോയി കുട്ടികളെ നോക്കുകയും ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അവരൊക്കെ വലുതായി പിന്നെ അങ്ങനെ വളർന്നു. പക്ഷേ കുറേ കാലം കഴിഞ്ഞപ്പോൾ 3 മക്കൾ 2 മക്കൾ ചോദിക്കാൻ അമ്മയോട്, സ്ഥലമൊക്കെ അച്ഛൻ ഉണ്ടാക്കിയതല്ലേ, അമ്മ ഒന്നും ചെയ്തിട്ടില്ല, അമ്മയുടെ ഒന്നും ഇല്ല എന്നുള്ള, അമ്മയ്ക്ക് ഇതിലൊന്നും റോളില്ല എന്നാണ് ചോദ്യം വന്നപ്പോൾ ഈ അമ്മ ആകെ എന്താ പറയുക, ഒരു ഉത്തരം പറയാനില്ലാത്ത അവസ്ഥയിലായി. ഇത് ഇപ്പോഴും സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. നീ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യമാണ് ഈ വീടിന് വേണ്ടത്. ഞാനല്ലേ വീട് കയറ്റിയേ, ഞാനല്ലേ ലോൺ അടയ്ക്കണേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവർക്കും പണിക്ക് പോകുമായിരുന്നു ഈ കുട്ടികളുടെ കേസൊക്കെ വിട്ടിട്ട്, അല്ലേ? തീർച്ചയായിട്ടും. അപ്പം ആ എഫേർട്ടിന് നമ്മൾ മാനിക്കുകയും അത് വിലമതിക്കുന്നതാണ്. അപ്പോൾ അതിനൊരു സാമ്പത്തികമായി കൊടുത്തേ മതിയാവൂ എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരാൾക്ക് 1 ലക്ഷം വരുമാനമാണ് സാലറി എങ്കിൽ ഒന്നും ചോദിക്കാണ്ട് 10,000 രൂപ ഈ ഭാര്യയ്ക്ക് കൊടുത്തേ മതിയാവൂ എന്നുള്ളതാണ്. ഷീ ഈസ് ഡിസർവിങ് ദാറ്റ്. അതെന്ത് ചെയ്തു പോലും ചോദിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ആ ഫ്രീഡം പോയില്ലേ? ഞാൻ നിൻ്റെ കഴിഞ്ഞ 6 മാസം മുമ്പ് നിൻ്റെ 3,000 രൂപ ഒന്നുമില്ല, അതെന്താ ചെയ്തതെന്നൊക്കെ ചോദിക്കുന്ന കുറേ ഫാമിലീസ് ഉണ്ട്. കാരണം അവിടെ നമ്മൾ അത് ചോദിക്കാൻ പോയി പിന്നെ അവർക്ക് എന്താ ഫ്രീഡം ഉള്ളത്? പിന്നെ പറയുന്നൊരു കാര്യമാണ് ഈ പറഞ്ഞത്, നിനക്ക് എന്താ ആവശ്യം എന്നോട് ചോദിച്ചാൽ പോരെ. അങ്ങനെ നമ്മൾ ചോദിക്കുമോ? ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യാണ്. അപ്പോൾ ആ കമ്പനിയുടെ ഉടമസ്ഥൻ പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അപ്പം നിനക്ക് അതിൽ പൈസ തരാമെന്ന് പറഞ്ഞു. നമ്മൾ ഇങ്ങനെ, എനിക്കൊരു കപ്പലണ്ടി മിഠായി വാങ്ങണമായിരുന്നു സാറേ, അല്ലെങ്കിൽ എനിക്ക് മൊബൈലൊന്നും, ഇങ്ങനെ ചോദിക്കാൻ നമുക്ക് മടി വരും. മനുഷ്യരാണല്ലോ, ആണായാലും പെണ്ണായാലും, അത് വ്യക്തി തന്നെയാണല്ലോ. അപ്പം നമുക്ക് അങ്ങനെ കുഞ്ഞു കാര്യം ചോദിക്കാനും പറ്റും. ഒരു ചുരിദാർ വാങ്ങണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സ്വിഗ്ഗിയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യണം. അപ്പോൾ വീട്ടിലിരുന്നു ഇന്ന് ഫുഡ് ഒന്നും ഉണ്ടാക്കാൻ തോന്നിയില്ല എന്ന് ഏത് മനുഷ്യനും തോന്നാം. അപ്പോൾ ഇവരുടെ കയ്യിൽ പൈസ ഇല്ല അങ്ങനെ ചെയ്യണം. അഥവാ ചെയ്താൽ തന്നെ നീ എന്തിനാ ഇവിടെ ഫുഡുള്ളപ്പോൾ സ്വിഗ്ഗി ഓർഡർ ചെയ്താന്ന് ചോദിക്കും. അപ്പം ഈ കാര്യങ്ങളിൽ ശരിക്കൊരു ഒന്നും നോക്കാതെ തന്നെ ഒരു നിശ്ചയ എമൗണ്ട്, അതായത് വരുമാനത്തിൻ്റെ 10% ഇവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അത്
ഒരു മാൻഡേറ്ററി പോലെ ശീലമാക്കണം ഹാബിറ്റ്. അപ്പം അത് ആ ചേഞ്ച് ആ വീട്ടിൽ തന്നെ ഉണ്ടാവും. ഈ വൈഫ് പറയുന്ന ആൾ ഡിപ്രസ്ഡ് ഒന്നും ഒരിക്കലും ആവില്ല. കാരണം ഇതിനെപ്പറ്റി പിന്നെ ഡിസ്കഷൻ ഇല്ലല്ലോ. അതിൽ അവർ എന്ത് ചെയ്തു അത് ആ ക്വസ്റ്റ്യൻ വരാത്ത വേണം. പറഞ്ഞാല് കണക്ക് കേൾക്കാൻ വയ്യാത്തത് കൊണ്ട് നമ്മൾ അത് പലപ്പോഴും ചോദിക്കാറില്ല. അല്ലെങ്കിൽ നമ്മളൊരു 10 രൂപ തന്നാൽ ചോദിക്കും 5 രൂപ എവിടെ ചെലവായില്ലേ, ബാക്കി 3 രൂപ എവിടെ പോയി എന്ന് ചോദിക്കും. അപ്പൊ പലപ്പോഴും ആ കണക്ക് ഒഴിവാക്കാൻ വാങ്ങിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. സത്യം, ഈ പറഞ്ഞ കറക്റ്റാ. എന്തിനാ പുള്ളിയുടെ പിന്നെ അത് ചോദിച്ചോണ്ടിരിക്കും. കാരണം എല്ലാം ഇപ്പൊ നമ്മൾക്ക് തന്നെ, ഇപ്പൊ ഗോവിന്ദൻകുട്ടിയേട്ടനായാലും നമുക്ക് തന്നെ എല്ലാം അങ്ങനെ എഴുതി വെച്ച് ചെലവാക്കുന്നതല്ലാത്ത ചെലവുകളുണ്ട്. ഈവൻ ചിലപ്പോൾ നമുക്കൊരു യാചകനെ കണ്ടപ്പോൾ വരെ കൊടുത്തു എന്ന് വരും. നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു പുറത്ത് പോയൊരു കടയിൽ അപ്പോൾ എന്തെങ്കിലും ഒരു നല്ല ബ്ലാങ്കറ്റ് കണ്ടു, അല്ലെങ്കിൽ നല്ലൊരു ഷോള് കണ്ടു, അല്ലെങ്കിൽ നല്ലൊരു ചെരുപ്പ് കണ്ടു, ഇതൊന്നും ചോദിച്ചു വാങ്ങാൻ പറ്റില്ല എന്ന്. അറ്റ്ലീസ്റ്റ് ബ്യൂട്ടി പാർലർ പോവാന്ന് വരെ പല സ്ത്രീകളും ചോദിക്കാത്തത് ഈ പൈസയുടെ പ്രശ്നം കൊണ്ടാണ്. ഈ പുള്ളി എന്തിനാ ചോദിക്കും, നീ കഴിഞ്ഞ മാസം പോയല്ലേ ഉള്ളൂ എന്നൊക്കെ പറയും അല്ലേ. ഇതൊക്കെ അപ്പം അതിന് പകരം ആ ഒരു നിശ്ചിത പൈസ അവർക്ക് അതിനെപ്പറ്റി പിന്നെ ചോദിക്കരുത്. അത് എന്ത് ചെയ്തു. സ്ത്രീകൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അത് ആസ് എ പേഴ്സൺ എന്ന നിലയിലുള്ള ആവശ്യങ്ങളാണ്. അപ്പം അത് ആ ഒരു ശീലം ഹാബിറ്റ് എല്ലാ ഫാമിലിയിലും ഉണ്ടാക്കി വരണം എന്നുള്ളതാണ് ഒന്ന്. അതൊരു പ്രധാന കാര്യം. മറ്റൊന്ന്, ഈ പറയുന്ന സാമ്പത്തിക ഇടപാടുകൾ മിക്ക വീട്ടിലും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. ഹസ്ബൻഡിൻ്റെ സാമ്പത്തിക ബാധ്യതകൾ പറയില്ല ഭാര്യയോട്. അത് മിണ്ടില്ല. അത് ഇവളൊന്നും അറിയേണ്ടതല്ല. ചില കടം കൊടുത്തിട്ടുണ്ടാവും, കടം മേടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് പറയും, ഞാൻ അവസാനം പറയേണ്ടതാണ് നിനക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തതെന്ന് പറയും. അപ്പം അങ്ങനെയാണെങ്കിൽ എന്നോട് പറയണ്ട. അപ്പം എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ എന്നോട് കൂടെ പറയണമല്ലോ. ഇത് ചെയ്യാത്തതാണ് മിക്ക അവസാനം വീട് ജപ്തി വരെ ആയി പോവാറുണ്ട്. കാറ് ബാങ്കുകാർ പിടിച്ചിട്ടുണ്ട്. ഈ അടയ്ക്കാത്ത കാര്യം ഇവിടെ പറയില്ല. അപ്പം എന്തോ പറഞ്ഞാൽ ഇത് ഭാര്യ ഇതൊന്നും കേൾക്കാൻ പാടില്ല എന്നുള്ളതാണ് എങ്ങനെയോ വന്നുപെട്ടിട്ടുണ്ട് രൂപം ഇങ്ങനൊരു കാര്യം. പക്ഷെ അവസാനം ഈ രക്ഷപ്പെടുത്താൻ ഈ ഭാര്യ വേണം. ഇയാൾ ചെന്ന് ചാടി പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഇവർ വേണം. അങ്ങനെയാണ്. ഇത് ശരിക്കും ഒരു ട്രാൻസ്പാരൻസി വേണം എന്നുള്ളതാണ് ഫാമിലിയിൽ. എത്ര രൂപ, പലപ്പോഴും ഹസ്ബൻഡ് ഇൻകം എത്രയാണെന്ന് അറിയാത്ത ഭാര്യമാരുണ്ട്. അവർക്ക് സാലറി എത്രയാന്നുള്ളത് ഇവർക്ക് എന്തൊരു പ്രശ്നമാണ് ഇത് പറഞ്ഞത്. എന്നാൽ പിന്നെ അവർ കല്യാണം കഴിക്കാൻ നിൽക്കരുത്. നമ്മുടെ ലൈഫ് പാർട്ട്ണർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ പറയണമല്ലോ. എത്രയാണ് എൻ്റെ വരുമാനം, അതറിഞ്ഞ എന്താണോ. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് ഗ്യാപ്പാണല്ലോ. അപ്പം അവിടെ എന്തോ ഒരുമയുള്ള, ബാക്കിയൊക്കെ ഒരുമയുണ്ട്, ഈ സാമ്പത്തിക കാര്യങ്ങൾക്ക് മാത്രം ഒരുമയില്ല. പക്ഷെ ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഒരു കുടുംബത്തിൻ്റെ അടിസ്ഥാനം പറഞ്ഞാൽ സാമ്പത്തിക അച്ചടക്കവും സാമ്പത്തിക സുതാര്യതയാണ്. ഇതുണ്ടെങ്കിലാണ് ഫാമിലി കറക്റ്റ്. കാരണം ഇവർക്കും അറിയാൻ പറ്റും എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത് കുട്ടികളും കണ്ടുപിടിക്കും. ശരിക്കും ഇവരൊക്കെ കാണുന്നുണ്ട്. നമ്മുടെ ധാരണ കുട്ടികളൊന്നും ഇതൊന്നും കാണുന്നില്ല എന്നുള്ളതാണ്. അവരെല്ലാം കാണുന്നുണ്ട്, അവരെല്ലാം കേൾക്കുന്നുണ്ട്. അതിൽ നിന്നാണ് അവരുടെ ക്യാരക്ടർ രൂപപ്പെടുന്നത്. അപ്പം ഈ സാമ്പത്തിക വിദ്യാഭ്യാസം കുടുംബത്തിൽ നിന്നും സ്കൂളിൽ നിന്നും ഉണ്ടാവണം. അപ്പം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളിൽ കൃത്യമായി ഒരു ധാരണ, ഇത് ചോദിക്കേണ്ടതാണെന്നും അത് ചോദിച്ചാൽ പറയേണ്ട ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളതും ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫിന് പരസ്പരം ഉണ്ടാവണം. ഇവിടെ വൈഫ് എന്ന് പ്രത്യേകം പറയണത്, ഇനി ചില സ്ഥലങ്ങളിൽ വൈഫ് ജോലിക്ക് പോകേണ്ട ഹസ്ബൻഡ് വീട്ടിലിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അത് ആരൊക്കെ പറഞ്ഞാൽ അതെന്തോ മോശം പോലെയാണ്. അങ്ങനെയൊന്നുമില്ല. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ വൈഫ് നഴ്സാണ്. പക്ഷേ ആളുടെ ജോലി നൈറ്റും ഒക്കെ ഷിഫ്റ്റ് ചെയ്ത് വരും. അപ്പം ഇവൻ്റെ ജോലിക്ക് 25,000 30,000 ഉള്ളിലെ സാലറി ഉള്ളൂ. അപ്പോൾ ഒരു സെർവൻറ്റിനെ വീട്ടിൽ നിർത്തുകയാണെങ്കിൽ ഇതേ പൈസ കൊടുക്കണം. ചിലപ്പോൾ ഇതിൽ കൂടുതൽ കൊടുക്കേണ്ടി വരാം. കുട്ടിയെ നോക്കലും വീട് ക്ലീനിങ്ങും ഒക്കെ കൂടി. അപ്പം അവൻ ജോലിക്ക് പോകണ്ടാന്ന് തീരുമാനിച്ചു, വീട്ടിലിരിക്കണം. അപ്പോൾ വൈഫാണെങ്കിൽ ഇതേ കാര്യം പറയണം, എൻ്റെ സാലറി ഇത്രയാണ്. അതുപോലെ ഈ ഹസ്ബൻഡിന് വേണ്ടുന്ന മിനിമം കാര്യങ്ങൾ ഒരു നിശ്ചിത എമൗണ്ട് ഈ പറഞ്ഞ പോലെ കൊടുക്കുകയും ചെയ്ത് ആ ഫാമിലി ഹാപ്പി ആയി എന്നുള്ളതാണ്. ഒരു വേലക്കാരി നോക്കുന്നതിനേക്കാൾ വൃത്തിയായിട്ട് നമുക്ക് തന്നെ കുഞ്ഞിനെ നോക്കാൻ കഴിയും. പിന്നെ അങ്ങനെ ഒരു മെന്റാലിറ്റിയും കൂടെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ അവര് തമ്മിൽ അങ്ങനെ ഒരു മെന്റാലിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മെന്റാലിറ്റി ഇങ്ങനെ കേട്ടുണ്ടാവുക. ഈ പ്രൊപ്പഗാൻഡന്നാണല്ലോ ആളുകൾ ഓരോന്ന് ശീലിക്കണേ. ഇപ്പം എന്തിനു പറയണു, ഇപ്പം പണ്ട് ആൾക്കാർ ഷാമ്പു ഉപയോഗിച്ചിരുന്നില്ല. അപ്പം ഷാമ്പു ഉപയോഗിക്കാതിരുന്നുകൊണ്ട് തന്നെ തലയിൽ പേനുണ്ടായിരുന്നു. പേനുണ്ടായതുകൊണ്ട് താരനുണ്ടായിരുന്നില്ല. പിന്നെ പരസ്യങ്ങളും കാര്യങ്ങളും ഇങ്ങനെ ഷാമ്പുവിൻ്റെ വന്നു, എല്ലാവരും അത് ഉപയോഗിച്ചപ്പോൾ പേൻ പോയി, പക്ഷെ ഡാൻഡ്രഫ് കയറി വന്നു. ഈ പേനിന്റെ ഡാൻഡ്രഫ് വരില്ല അല്ലേ? ഇല്ല, അതൊരു എക്കോസിസ്റ്റാ.
ഓ അങ്ങനെയുണ്ടല്ലേ. ആ അത് അതിന്റെ ഇവിടുന്ന് അവിടുന്നാണല്ലോ ആളുടെ ഭക്ഷ്യ ശൃംഖല നടക്കണേ. പിന്നെ രക്തോട്ടം കൂടും, ഇതിങ്ങനെ സഞ്ചരിക്കുക അതിലൊക്കെ പോയി. ഓ പെയിൻ നല്ലതാണെന്നാണ് പറയുന്നത്. മിനിമം അതെ. എല്ലാത്തിനും ഒരു ഇതുണ്ടല്ലോ. ഇപ്പൊ ബാക്ടീരിയ ശരീരത്തിന് വേണം ഒരു നിശ്ചിത അളവ് എന്ന് പറഞ്ഞ പോലുള്ള കാര്യമാണ് അത്. എന്ന പോലെ ചില കാര്യങ്ങൾ ഇങ്ങനെ കേട്ടിട്ടാണല്ലോ സമൂഹത്തിൽ മാറ്റം ഉണ്ടാവുക. അല്ല, നമ്മുടെ നാട്ടിലെ വീടിന്റെ സാമ്പത്തിക അവസ്ഥയെ പറ്റി നമ്മൾ പറയുമ്പോൾ വീട് നോക്കേണ്ട ഉത്തരവാദിത്വം, അല്ലെ വീട്ടിലേക്ക് പണം കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ആണിനും, വീട്ടിലെ കാര്യങ്ങൾ നോക്കേണ്ട ഉത്തരവാദിത്വം പെണ്ണിനും. പക്ഷെ നമ്മളിപ്പം വെസ്റ്റിലേക്കൊക്കെ പോയാൽ, കല്യാണം കഴിച്ചാൽ തന്നെ അവർ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ വാടകയ്ക്ക് താമസിക്കുന്ന വീടിന്റെ പകുതി വാടക അവർ കോൺട്രിബ്യൂട്ട് ചെയ്യും. ആണാണേലും പെണ്ണാണേലും. അവർക്ക് കുട്ടികൾ ഉണ്ടായാൽ അതിന്റെ ചെലവ് രണ്ടുപേരും കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇത് ആണോ അതോ നമ്മുടെ ഒരു സിസ്റ്റമാണോ സാമ്പത്തികമായി ആരോഗ്യകരമായ ഒരു സിസ്റ്റം? അത് നമ്മൾ ഈ ഗുഹാമനുഷ്യരുടെ കാലം മുതൽ ആണ് വേട്ടയ്ക്കൊക്കെ പോകുന്ന ഒരാൾ, അതായത് ഈ വീട്ടിലേക്ക് ആവശ്യമുള്ള ഈ വേട്ടയ്ക്കൊക്കെ പോയിട്ട് മാംസം കൊണ്ടുവരുന്നുണ്ടാവും, മീൻ കൊണ്ടുവരുന്നുണ്ടാവും. അദ്ദേഹം വന്നിട്ടാണ് വീട്ടിലെ എന്താ പറയുക ജീവിക്കാനുള്ള സാധനങ്ങൾ ഇവർ കൊണ്ടുവരണം. ഭാര്യ ഈ കുട്ടികളെ നോക്കുന്നു, വീട്ടിലിരിക്കുന്നു. ഇതാണ് പണ്ട് മുതലുള്ള ഒരു സിസ്റ്റം. എന്നിട്ട് ഭർത്താവ് ആ പോയ വേട്ടയ്ക്ക് പോയ കഥകൾ മുഴുവൻ ഇവിടുന്ന് ഭയങ്കരമായിട്ട്, ഞാൻ പോയ പുലിയെ ഇങ്ങനെ ചെയ്തു അങ്ങനെ, അപ്പൊ ഭാര്യ ആണോ എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നതാണ് ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നത്. അപ്പൊ പ്രൊഫഷനെ കുറിച്ച് പറയുന്നതാണ് ഭയങ്കര ഇഷ്ടം യെസ് ആണിന്. നിങ്ങൾ ഏത് ഫാമിലി എടുത്താലും ജോലിയെ പറ്റിയിട്ട്, അവരുടെ ജോലിയെ പറ്റി പറയാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. വേറെ നമ്മൾ 100 കാര്യം പറഞ്ഞാൽ അവർ ചെവിയിൽ കേൾക്കില്ല, അതത്ര ശ്രദ്ധിക്കില്ല. പകരം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ ജോലിയെ പറ്റിയിട്ട് ഇപ്പം അതിനെക്കുറിച്ച് പറഞ്ഞാൽ കുറേ പറയാനുണ്ടാവും. അല്ലാത്ത വേറെ ഏത് കാര്യം പറഞ്ഞാലും അത്ര ശ്രദ്ധ കിട്ടില്ല. സ്വാഭാവികമാണ്. ഞാനല്ല, സ്വാഭാവികമാണ്. ഇതൊരു അനുഭവസ്ഥ കൂടിയാണ്. കാരണം എന്താ പറയാ, വീട്ടിലാണെങ്കിലും ഹീസ് സോ പാഷനേറ്റ് അബൌട്ട് ഹിസ് ജോബ്. അപ്പം അവിടെ നടന്ന കാര്യങ്ങള് അത് നമ്മൾ എന്ത് സാഹചര്യത്തിൽ ഇരിക്കുന്നു എന്നുള്ളത് അവര് വിഷയമല്ല. പക്ഷെ ദേ ആർ സോ പാഷനേറ്റ്. അപ്പൊ ചിലപ്പോ നമുക്ക് സന്തോഷം തോന്നും, അവര് വാതോരാതെ അതിനെ കുറിച്ച് സംസാരിക്കും. നമ്മൾ അതിന്റെ ഇടയ്ക്ക് കടുക് വാങ്ങിക്കണോ, അടുക്കളയിലത്തേക്കുള്ള അരി തീർന്നു പോയി, നാളെ അവിടെ പോയി ഷോപ്പിങ്ങിന് പോകണം, അതായിരുന്നു നമ്മുടെ തലയിൽ കൂടെ ഓടുന്നത്. അപ്പോ ഇത് ഈ പറഞ്ഞതിന് ഞാനൊരു എസ് മൂളിയതാണ്. അനുഭവസ്ഥ ഇവിടെ ഉണ്ട് എന്ന് പറയാ. മിക്ക വീടുകളിലും അങ്ങനെയാണ്, പാഷനേറ്റ് ആയിട്ട്. ഒരുവിധം അത് വീടിന്റെ അല്ല, യിങ് യാങ് എന്ന് പറഞ്ഞ 2 എനർജികളുണ്ട്. ഇതാണ് ഈ ആണിനെയും പെണ്ണിനെയും വേർതിരിക്കുന്ന ഘടകം. ഇത് ഇപ്പുറത്ത് കൂടും കുറയും ചെയ്യാം. അതായത് സ്ത്രീ ആയതുകൊണ്ടും പുരുഷനായതുകൊണ്ടും എന്നുള്ളത്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് ചില സ്ത്രീകളെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഇവനൊരു കുറച്ച് പുരുഷന്റെ സ്വഭാവമാണല്ലോ പറയും. അതായത് അദ്ദേഹം ലീഡർഷിപ്പ് മനസ്സിലാവുണ്ട്. ഇപ്പോൾ പോലീസിൽ ജോലി കിട്ടിയ ഒരു സ്ത്രീ, അവരുടെ ഈ യാങ് എനർജിയിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് അവരുടെ അവരിരുന്നിട്ട് അയ്യോടി കൊള്ളാലോടി 2 അല്ലെങ്കിൽ നെയിൽ പോളിഷിനൊന്നും ഒരു വനിതാ പോലീസിൽ സംസാരിക്കില്ല. എവിടെയെങ്കിലും ഇരുന്നിട്ട് രമണി പോകുന്നു അതൊന്നും അവർ പറയില്ല. കാരണം അവരുടെ ആ എനർജിയിൽ ചേഞ്ച് വന്നു ഈ പ്രൊഫഷനിലേക്ക് മാറിയപ്പോൾ. മനസ്സിലാവുണ്ട്. അപ്പം എന്ന പോലെ ഈ വീട്ടിലിരിക്കുന്ന സ്ത്രീ ഇത്തരം മേഖലയിൽ പോവാത്തതുകൊണ്ട് അവരുടെ ആ എനർജിയിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പം ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന്. അപ്പം അന്ന് മുതലുള്ള കൾച്ചറാണ് ഈ ഭർത്താവ് എന്ന് പറയുന്ന അദ്ദേഹം പ്രൊഫഷണൽ കാര്യങ്ങൾ പറയും, ഭാര്യ അത് അതിശയത്തോട് കേൾക്കുകയാണ് ഇഷ്ടം. അതിശയം ഇല്ലെങ്കിൽ പെട്ടുപോട്ടാ. അതിശയം എപ്പോഴും കാണിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ജീവിച്ചു പോകാൻ പറ്റും. ആണോ അതെ അയ്യോ നിങ്ങളൊരു സംഭവമാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അത്യാവശ്യം അതിൽ മൈൻഡ് ചെയ്തില്ലെങ്കിണ്ടല്ലോ ഭയങ്കര പ്രശ്നമാണ്. കാരണം പിന്നെ നിങ്ങൾ എന്ത് പറഞ്ഞാലും സമ്മതിച്ചു തരൂല, അത് പെട്ടെന്നൊന്നും കിട്ടില്ല, അപ്രൂവൽ കിട്ടില്ല. അപ്പം ഈ പ്രൊഫഷണൽ കാര്യം. അപ്പം അതുകൊണ്ട് തന്നെ ഈ പണം കൊണ്ടുവരുന്നത്, അത് വീട്ടിൽ അന്ന് പണമല്ല, ഈ വേട്ടയ്ക്ക് പോയ സാധനങ്ങളാണെങ്കിൽ ഇന്നത് പണമായിട്ടാണ് വരുന്നത് മാത്രം. അപ്പം ഇതെല്ലാം കൈകാര്യം ചെയ്യേണ്ടത് ഞാനാണെന്നും ഇവർക്ക് റോളില്ല എന്നുള്ളത് വന്നു. അപ്പം അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ മറ്റ് രാജ്യങ്ങളിലുള്ള വ്യത്യാസം. ശരിക്കും ആ സാധനം ഇവിടെ അഡോപ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ് ഇനി ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. അതായത് ഈ പറയുന്ന സാലറി, ഇപ്പം 2 പേര് ജോലിക്ക് പോകണ അവസ്ഥ. ഞാൻ നേരത്തെ പറഞ്ഞത് ഒരാൾ ജോലിക്ക് പോകണം, ഒരാൾ വീട് നോക്കണം. അപ്പോൾ അവർക്ക് ഇത്ര രൂപ കൊടുത്തിരിക്കണം. ബാക്കീനെ നമ്മൾ നെസസിറ്റി, സേവിങ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ എൻ്റർടൈൻമെൻറ്റ്, എഡ്യൂക്കേഷൻ ആൻഡ് ഗീവ് ഓർ ചാരിറ്റി, ഇങ്ങനെ വേർതിരിക്കേണ്ടതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ഫോർമുല. അപ്പം 2 പേര് സാലറീഡ് ആണെങ്കിൽ ഇതിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. നേരത്തെ പറഞ്ഞാൽ ആര് റെൻറ്റ് കൊടുക്കും, ആര് കാര്യങ്ങൾ കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ അതിന് കൃത്യമായ ഒരു ടേംസ് ഉണ്ട്. ആ ടേംസിലൂടെ തന്നെ നമ്മൾ പോകണം.
അല്ലെങ്കിൽ ഇത് ഡിസ്പ്യൂട്ടാണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ലാത്ത പോലെയാവും. അതിന് ഏറ്റവും വലിയൊരു ഫോർമുല എന്ന് പറയുന്നത്, ഇപ്പം ഒരാൾക്ക് 20,000 രൂപ സാലറി, വേറെ ആൾക്ക് 40,000 രൂപയാണ് വിചാരിക്കുക. അപ്പം 60,000 രൂപയുണ്ട്. ഈ 60,000 രൂപ ഭാര്യയുടെ കയ്യിലത്തെ പൈസ കുറവെന്നും ഭർത്താവിൻ്റെ കയ്യിലത്തെ കൂടുതൽ എന്നുള്ള കൺസെപ്റ്റേ പാടില്ല. ഇതിനെ കോമൺ ഫണ്ടായിട്ട് കാണാം ഈ കുടുംബത്തിൻ്റെ. അതിന്ന് 8.6, അതായത് രണ്ടും കൂടി 16.6% എന്നാണ് അതിൻ്റെ കാൽക്കുലേഷൻ. അപ്പോൾ 5,000, ഇപ്പോൾ 60,000 ടോട്ടൽ ഉണ്ടെങ്കിൽ 5,000 രൂപ ഭാര്യയ്ക്കും 5,000 ഭർത്താവിനും ഈക്വലി എടുക്കുക എന്നുള്ളതാണ്. അതിൽ വേറൊരു ഇടപാടുകളും ഇല്ല. അതായത് ഇതെന്ത് ചെയ്തെന്ന് ഇവരും ചോദിക്കേണ്ട, ഇതെന്ത് ചെയ്തെന്ന് ചോദിക്കേണ്ട, അത് അവരുടെ ഇഷ്ടമാണ്. അവർക്ക് ഇനി എന്താ പറയുക, മുടി വെട്ടാൻ പോവുകയോ അല്ലെങ്കിൽ സിനിമ കാണാൻ പോവുകയോ അതൊക്കെ അതിൽ, അല്ലെങ്കിൽ എന്താ ചെയ്യുന്നതിൽ ഇടപെടേണ്ട ആവശ്യമില്ല രണ്ടുപേരും. ബാക്കി പൈസ ഉണ്ടല്ലോ, അപ്പം 60,000 രൂപയിൽ നിന്ന് 5,000 എടുത്ത് ബാക്കിയുള്ളത് 50,000 രൂപയാണ്. ഈ 50,000 രൂപയുടെ 55% വീട്ടു ചെലവുകൾക്കായിട്ട് ഉപയോഗിക്കാവുന്നത്. വീട്ടു ചെലവ് എന്ന് പറയുന്നതിന് നെസസിറ്റി എന്ന് പറയാം. അതിന് ഉദാഹരണത്തിന് റെൻറ്റ് അതിൽ വരും, കാറിൻ്റെ വല്ല EMI എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതിൽ വരും. പിന്നെ അതുപോലെ തന്നെ വീട്ടു സാധനങ്ങൾ വാങ്ങുന്നത്, കുട്ടികളുടെ സ്കൂൾ ഫീസ്, ഇതെല്ലാം ഈ അവശ്യ ചെലവുകളിലേക്ക് ഉൾപ്പെടണം. അതിന് മേലെ പോകരുതെന്ന് ആ കാൽക്കുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഈ പ്രശ്നമില്ല, എന്ത് ഞാൻ റെൻ്റ് ഇത് കൊടുത്തു അത് കൊടുത്തു എന്നുള്ളതിൽ ഇതിന്നാണ് കോമൺ. ഇതിൽ ആളുടെ കൂടുതൽ കുറവെന്നുള്ള വിഷയമില്ല. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി പൈസകളുണ്ടല്ലോ, 55% എടുത്ത് ബാക്കി 45%-ലാണ് ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ്. നേരത്തെ ഫസ്റ്റ് തന്നെ ചോദിച്ചില്ല എത്ര രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. ഞാനത് ചോദിക്കാൻ വരുന്നൊരു ചോദ്യമായിരുന്നു. അതായത് നമുക്കിപ്പോ ഒരു എക്സ് എമൗണ്ട് ഓഫ് മണി, ഇപ്പൊ 40,000 രൂപ 50,000 രൂപ ഒരാൾ സമ്പാദിക്കുന്നു, ഭാര്യയും ഭർത്താവും അതുപോലെ തന്നെ സമ്പാദിക്കുന്നു. അതിനകത്ത് ഒരു കോമൺ ഫണ്ട് വരുമ്പോഴത്തെ, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് നിൽക്കുമ്പോഴോ, ഇതിനകത്ത് എത്ര പെർസെന്റേജ് ആണ് നമ്മൾ സേവിങ്സിലോട്ട് മാറ്റേണ്ടത്, എത്ര പെർസെന്റേജ് ഇൻവെസ്റ്റ്മെന്റിലോട്ട് മാറ്റണം? നമ്മളിത് റാൻഡം ആയിട്ടാണ് ചെലവാക്കുന്നത്. ഇതിനകത്ത് അവിടുന്ന് കുറച്ച് എടുക്കുന്നു, നമ്മുടെ EMI വരുന്നുണ്ട്, നമ്മൾ അടച്ചു പോകുന്നു, അവിടുത്തെ ഒരു ആവശ്യം വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നു. ഇങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിനൊരു കൃത്യമായ കണക്ക് കാണും. അപ്പൊ അതനുസരിച്ച് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിടവും തട്ടാതെ മുട്ടാതെ നമുക്ക് പോകാൻ പറ്റും. അതാണ് ഞാൻ ചോദിച്ചിരുന്നത്. ഇതിന്റെ അതിന് ഇപ്പൊ നമ്മൾ പാചകമായിട്ട് തന്നെ കണക്ട് ചെയ്യാം. ഇപ്പൊ പാചകത്തിന് നമ്മൾ മുളക് പൊടിയുടെ അത്ര അളവ് ഉപ്പിടില്ല. അതെ, തീർച്ചയായിട്ടും. ഓക്കെ, പുളി, ഇതിനൊക്കെ ഒരു കോമ്പിനേഷൻ ഉണ്ട്, എന്നാൽ ആ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതുപോലെ ഈ കോമ്പിനേഷൻ വിടാത്ത രീതിയിലുള്ള ഒരു സിസ്റ്റമാണ്. നിങ്ങൾക്ക് എത്രയാണോ വരുമാനം, ഒരു 1 lakh ആണ് വിചാരിക്കും ഒരാളുടെ വരുമാനം, അയാൾ 10,000 രൂപ, അതായത് 10% നമ്മൾ സേവിങ്സ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് എടുത്തു വയ്ക്കാന്നതിൻ്റെ അർത്ഥമുള്ളൂ. ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, അമ്മമാർ സേവ് ചെയ്യുമായിരുന്നു. സേവിങ് എന്ന് പറഞ്ഞാൽ എടുത്തു വയ്ക്കൽ മാത്രമാണ്. അപ്പോൾ സേവിങ്സ് ഇൻവെസ്റ്റ്മെന്റും തമ്മിലൊരു കൺഫ്യൂഷൻ ഉണ്ട് ഉള്ളവർക്ക്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ പണം നമുക്ക് വേണ്ടി പണിയെടുക്കലാണ്, അതാണ് ഇൻവെസ്റ്റ്മെന്റ്. സേവിങ്സ് പറഞ്ഞാൽ നമ്മളൊരു സ്ഥലത്ത് എടുത്തു വെച്ചു, അത് ബാങ്കിലാവാം വീട്ടിലാവാം വേറെ, അതായത് എപ്പോൾ വേണമെങ്കിലും എടുക്കാം എന്നുള്ള സംവിധാനമാണ്. അപ്പൊ ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്തതിന് ശേഷമാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. അതുവരെ ഇപ്പോൾ വീട്ടിൽ നിന്നൊക്കെ പറയാ, കുട്ടികളൊക്കെ വലുതായി വരുമ്പോൾ സേവിങ്സ് എന്തെങ്കിലും വേണമെന്ന് പറയും. ശരിക്കും വേണ്ടത് ഇൻവെസ്റ്റ്മെന്റാണ്. ഈ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ് റിച്ച് ആയവരൊക്കെ. അപ്പോൾ ഇത് 2 തരം ഇൻകങ്ങളുമാണ് ഇതിന് പറയുക. നമുക്ക് സാലറി, ജോലി ചെയ്ത് കിട്ടുന്നത് ഇൻകം എന്ന് പറയും. നമ്മൾക്ക് നമ്മുടെ പണം പോയി പണിയെടുത്തിട്ട് കാശുണ്ടാക്കുന്നതിനെ പാസീവ് ഇൻകം എന്ന് പറയും. നിങ്ങളില്ലാത്ത, നിങ്ങളുടെ ആബ്സെൻസിലും പ്രവർത്തിച്ച് നിങ്ങളുടെ പണം പോയി പ്രവർത്തിച്ചിട്ട് വരികയാണ്, അതാണ് പാസീവ് ഇൻകം. അപ്പോൾ ഈ പാസീവ് ഇൻകമാണ് മനുഷ്യന് ഹാപ്പിനെസ് ഉണ്ടാക്കുക. ജോലി ചെയ്ത ഇത് നമുക്ക് ഉണ്ടാവുന്നത് ഒരു ഒരു എന്താ പറയുക, ഒരു സമാധാനം മാത്രമാണ്. എനിക്ക് പണം കിട്ടി ജോലി ചെയ്ത്. മറ്റത് അങ്ങനെയല്ല, ഹാപ്പിനെസ് കൂട്ടും നമുക്ക്. പാസീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹാപ്പിനെസ് കൂട്ടും, എക്സ്ട്രാ മണി. അപ്പോൾ ഇന്ന പോലെ നമ്മളിപ്പോൾ നിങ്ങൾക്കിപ്പം എല്ലാം ഒരു 1 lakh വെച്ച് പറയണത് വെച്ചാൽ പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. കാരണം പണ്ട് 10,000 രൂപ വെച്ച് പറയാറുണ്ട്, ഇന്ന് 10,000 നല്ല സാലറി. അതുകൊണ്ട് ഒരു 1 lakh ഒരു ബേസിക് വെച്ച് എടുത്താൽ തന്നെ ഈ 10,000 രൂപ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകളായിട്ട് വെക്കാം. ഉദാഹരണത്തിന് ഏറ്റവും സിമ്പിളാണ് ഇത്, FD ആയിട്ട് ഇടുന്നത് പോലും. അത് ഇൻവെസ്റ്റ്മെന്റ്, FD ഇൻവെസ്റ്റ്മെന്റാണ്. SB അക്കൗണ്ടിൽ കിടക്കുന്നത് സേവിങ്സ്. FD എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു സാധാരണ അടിസ്ഥാനപരമായ ഇൻവെസ്റ്റ്മെന്റ് ആണ് FD. കാരണം ആ പൈസയിൽ നിന്ന് ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അത് റിസ്ക് കുറവാണ്.
ലാഭവും കുറവാണ്. ഉം. കാരണം ഇൻഫ്ലേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഈക്വലി ആണ് പോണത്. പക്ഷെ അതൊരു സിമ്പിൾ പറയാം. മറ്റൊന്നാണ് ഗോൾഡ്. Yeah. കാരണം ഗോൾഡിന്റെ ശതമാനം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് 50 മുതൽ 60% ഹൈക്കാണ്. ഉം. അപ്പൊ നമ്മളുടെ പണം അവിടെ ഇരുന്ന് അത് വലുതായി. ഉം, ഉം. നമ്മളത് പോയിട്ട് ഇടയ്ക്കിടയ്ക്കിട്ട് വല്ല തീ കത്തിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, എഫർട്ടൊന്നും ഇല്ല. നമ്മളതിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തു, സ്വർണ്ണത്തിൽ നിന്ന് അത് തനിയെ മൂല്യം കൂടി. അപ്പൊ നമുക്ക് സന്തോഷമല്ലേ? അതെ. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ തന്നെ കുറച്ച് ഗോൾഡ് ഉണ്ട് വിചാരിക്കാം, അതിന്റെ ഇങ്ങനെ വില കൂടുന്തോറും നിങ്ങൾ പത്രത്തിലോ ടി വിയിലോ വാർത്ത കാണുമ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പൊ 3.8 എന്നൊരു ഒരു തോന്നൽ വരും. ആത്മസന്തോഷമാണ് അത് കാണുന്നത്. അത് ഒരു പ്രത്യേക ഹാപ്പിനെസ് ഹോർമോൺ അത് പ്രൊഡ്യൂസ് ചെയ്യും. അതെ. അതുകൊണ്ടാണ് പറഞ്ഞത്. ഒരു സ്ത്രീക്ക് അത്യാവശ്യമായിട്ട് ജീവിച്ചു പോകാനുള്ള സാമ്പത്തിക അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി, ഫിനാൻഷ്യൽ സ്ട്രാറ്റജി എന്തൊക്കെയാണ്? ഒന്ന്, ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയിൽ ഇന്ത്യയിൽ 80% പേർക്ക് ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഉണ്ട്. അത് ജൻധൻ അക്കൗണ്ട് ഇതൊക്കെ വന്നതിന് ശേഷമാണ് അത്ര എത്തിയത്. എന്നുവെച്ചാൽ ഈ ഗ്യാസിന്റെ സബ്സിഡി ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നതാണ്. പക്ഷെ ഒരു സ്ത്രീക്ക് വേണ്ടത് 2 അക്കൗണ്ട് വേണം ബാങ്ക്. ഒന്ന് ഈ ക്രയവിക്രയങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങാനും മറ്റുള്ള ആവശ്യങ്ങൾക്കായിട്ട്, മറ്റൊന്ന് സേവിങ്സിന് എടുത്തു വയ്ക്കാൻ. ഇത് തുടരുത്. ഈ 2 അക്കൗണ്ടിൽ ഒന്ന് ഇതൊരു സിസ്റ്റം അതിൽ ഇട്ടതൊന്ന് എടുക്കുകയും ചെയ്യരുതെന്നുള്ളതാണ്. ഇതിന്റെ നെറ്റ് ബാങ്കിങ് ഒന്നും നമ്മൾ ഉപയോഗിക്കുക വേണ്ട. ഇതിനൊക്കെ ഗൂഗിൾ പേയിലൊക്കെ കണക്ട് ചെയ്യാൻ ഒരു അക്കൗണ്ടും വെക്കുക, മറ്റു തൊടാണ്ട് വെക്കുക. അതൊരു ബേസിക്. അടുത്തത് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് പറഞ്ഞാൽ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ്. കാരണം ഒരു അസുഖം വന്നാലാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും വിട്ടുപോകണത്. അപ്പം ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതൊരു മസ്റ്റ്. അത് മന്ത്ലി അടയ്ക്കാൻ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഒരു 150 രൂപ മുതൽ 500 രൂപ വരെയുള്ള സ്കീമുകളുണ്ട്. അതായത് 5 ലക്ഷം കവറേജിൽ. അപ്പോൾ ഒരു 5 ലക്ഷം ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് എടുക്കുക. അടുത്തതൊരു 20 മുതൽ 50 ലക്ഷം രൂപ, അതായത് 25 മുതൽ 50 ലക്ഷം വരെ ടേം ഇൻഷുറൻസ് എടുക്കുക. അതിനും വളരെ കുറഞ്ഞ പ്രീമിയം ഉള്ളൂ. ഈ പറഞ്ഞ പോലെ അത് മേരീഡ് അൺമേരീഡ് അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് പ്രീമിയങ്ങളുണ്ട്. അപ്പോൾ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ 2 ബാങ്ക് അക്കൗണ്ട്, ഒരു ഹെൽത്ത് ഇൻഷുറൻസ്, ഒരു ടേം ഇൻഷുറൻസ്, ഒരു പെൻഷൻ പ്ലാൻ. അപ്പോൾ ഇപ്പോൾ 10,000 രൂപ ചിലവ് ആഗ്രഹിക്കുന്ന ഒരാൾ 25 ഇയർ കഴിഞ്ഞാൽ ആൾക്ക് 50,000 രൂപയെങ്കിലും വേണം മാസം. അപ്പോൾ അതിന് 10,000 രൂപ വെച്ചിട്ട് ഇപ്പോൾ ഈ 25 ഇയേഴ്സ് അടച്ചാൽ മതി. ഈ 10,000 എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായിട്ട് അടച്ചു പോകാവുന്നതാണ്. അപ്പം ഇത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. ഈ 3 കാര്യം: ഹെൽത്ത്, ടേം ഇൻഷുറൻസ്, ദെൻ പെൻഷൻ പ്ലാൻ. ഇനി ഈ ടേം ഇൻഷുറൻസിന്റെ കാര്യത്തിലാണ് ഈ പറഞ്ഞ ഒരു ക്വസ്റ്റ്യനാണ് വരിക. ടേം ഇൻഷുറൻസ് ഇപ്പോൾ 25 ലക്ഷം 50 ലക്ഷം ഒക്കെ ഞാൻ ചേർന്നു. ആസ് എ ലേഡി, ആസ് എ വ്യൂമൺ ഞാൻ ജോയിൻ ചെയ്തു. പക്ഷെ ഇത് എനിക്ക് കിട്ടില്ല. ഞാനതിന് പെൻഷൻ പ്ലാൻ ജീവിച്ചിരിക്കുമ്പോഴുള്ള കാര്യമാണ് കിട്ടും, ഹെൽത്ത് ആണെങ്കിലും ജീവിച്ചിരിക്കും. മറ്റത് മരിച്ചു പോകണതിന് ഞാൻ വെറുതെ എന്തെങ്കിലും പൈസ അടയ്ക്കണമെന്നുള്ളൊരു നോമിനിക്കല്ലേ കിട്ടാൻ പോകുന്നത്, ഞാൻ അനുഭവിക്കുന്നില്ലല്ലോ എന്നുള്ളതൊരു ഫീലിംഗ് ഉണ്ട്. അത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവിടെ എന്താന്ന് വെച്ചാൽ നമ്മൾ മരിച്ചതിന് മാത്രമല്ല ഈ പണം എന്നുള്ളതാണ്. ഇപ്പൊ ഇതിൽ പാർഷ്യൽ ഡിസേബിലിറ്റി എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് നമുക്ക് ജോലി ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ, വലിയൊരു അപകടത്തിൽപ്പെട്ടു അല്ലെങ്കിൽ തളർന്നു വീണു എന്നൊക്കെ പറയുന്ന ഒരു ഡിസേബിലിറ്റി സാധ്യത. കാല് എത്ര പേരില്ല അങ്ങനെ ആസിഡ് ആയിട്ട് പ്രോബ്ലം ആയവരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ഇതിനും കൂടെ ഈ പേയ്മെന്റ് കിട്ടും. ഈ 25 lakhs ആണെങ്കിലും 50 lakhs ആണെങ്കിലും എമൗണ്ട് കിട്ടുന്നതാണ്. അപ്പം അത് നമ്മുടെ സേഫ്റ്റിയാണ്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ സേഫ്റ്റിക്ക് ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് കൂടും. അതാണ്. ഇതില്ലെങ്കിൽ ടെൻഷൻ കൂടുകയും ചെയ്യും. എന്റെ കാര്യം എന്താവും എന്നുള്ള ഒരു ആശങ്ക. ഈ ആശങ്കകളാണല്ലോ പ്രശ്നങ്ങൾ, അസുഖങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്.